വീട്ടിലെ ഈ ടെറസിന്റെ മുകളിൽ നിൽക്കണ മുരിങ്ങയുടെ വിത്ത് ഉണ്ടോന്ന് ഒരുപാട് പേര് ചോദിച്ചേർന്ന്. അപ്പൊ നമ്മളത് ആൾക്കാർക്ക് കൊടുത്തതിന് ശേഷം അത് മുളച്ചില്ലെങ്കിൽ അതിന് പോസിറ്റീവ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതൊരു നല്ലതല്ല. അതുകൊണ്ട് ഞാൻ തന്നെ അത് മുളപ്പിച്ചെടുത്തതാണ്. ഓക്കെ, ഈ പെട്ടിയിൽ മുളപ്പിച്ചേക്കണെയാണ്. 2 തൈ ഉണ്ടായിട്ടുണ്ട്. ഒരു തൈ ഞാൻ ഇവിടെ തന്നെ നിലനിർത്തിയിട്ട് ഈ ഒരു വലിയ തൈ മുകളിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ തന്നെ ഒരു വലിയൊരു പെട്ടിയുണ്ട്, ആ പെട്ടിയിൽ നമ്മൾ നടാൻ പാട്. വളരെ ഈസി ആയിട്ട് വന്നിട്ടാ. കാരണം വെച്ചാൽ മുരിങ്ങക്ക് ഒട്ടും തന്നെ ബലമില്ലാത്ത ഒരു മരമാണ്. നമ്മൾ തൊട്ടിപ്പോ തന്നെ നമ്മുടെ കൂടെ തന്നെ വന്ന്. അതേപോലെ തന്നെ ഇതിന്റെ കമ്പുകളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നേരെ നമുക്ക് ടെറസിലേക്ക് ഉണ്ടാവും. മണ്ണ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ വീട്ടിലെ അപ്സ്റ്റെയർ വീടിന്റെ അകത്ത് കൂടെ തന്നെയാണ്. അതുകൊണ്ടാട്ടെ ഈ കവറിലിട്ട് കൊണ്ടുപോകണം, മണ്ണൊന്നും ചാടാതിരിക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ പെട്ടി, ഫ്രിഡ്ജിന്റെ പെട്ടിയാണ്. കുഴി നല്ലോണം താത്തി കൊടുക്കണം, കാരണം മുരിങ്ങ മുകളിലേക്ക് പോകും. പിന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കൂട്ടാ. ഇതൊക്കെ ഈ മണ്ണ് നല്ലോണം ചുവന്ന മണ്ണാറുള്ളത്, ഇതേപോലത്തെ ചുവന്ന മണ്ണാറുള്ളത്. ഇതിനകത്ത് നമ്മൾ വളം ഇട്ടിട്ട് ഇതൊരു കറുത്ത മണ്ണായി മാറിയതാ. വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താന്ന് മനസ്സിലായ? ആട്ടുംകാട്ടാട്ടത്. ഏറ്റവും നല്ല വളങ്ങൾ ഒന്നാണ് ആട്ടുംകാട്ടം. ഭയങ്കര പവറാണ് ഈ സാധനത്തിന്. അപ്പൊ അതുകൊണ്ട് ആട്ടുംകാട്ടം ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ കുഴി ഉണ്ടാ, ഇപ്പൊ ആ മരം നടാനുള്ള കുഴിയാണിത്. ഒരു കാരണവശാലും നമ്മൾ കുഴി കൊണ്ടുപോയിട്ട് ആട്ടുംകാട്ടം നേരിട്ട് ഇട്ട് കൊടുക്കരുത്. കാരണം ഭയങ്കര ചൂടുള്ളതും നല്ല എഫക്റ്റ് ഉള്ള ഒരു വളമാണ്. അതുകൊണ്ട് ഇത് ചൂട് കാരണം ഇതിന്റെ പുതിയ വേരാണല്ല, ആ വേര് പെട്ടെന്ന് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ചീഞ്ഞു പോകും ഇതിന്റെ പവർ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ മാറ്റിയിടണം. ഇങ്ങനെ മാറ്റി നമ്മൾ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടാൻ പോളും. മണ്ണിലേക്ക് നമ്മൾ ഒരു കാരണവശാലും കൊടുക്കരുത്. നിങ്ങളെ ഒരു അറിയിപ്പിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഇടാം. കുഴിയിലേക്ക് നമ്മൾ അധികം ഇട്ട് കൊടുക്കരുത്. നിങ്ങൾക്ക് നടാം. കാര്യം ഇത് മഴക്കാലാണെങ്കിലേ നമ്മളിത് പറിച്ച് ഒരു 10 മിനിറ്റൊക്കെ ആവണുള്ളൂ, അതിക്ക് മുന്നേ ഇതേ വാടി തുടങ്ങി. മഴയാണെങ്കിലും നിലവില് മഴയൊന്നുമില്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പെട്ടെന്ന് വളർന്നിട്ടേ സാധനം. ഓക്കെ, നമുക്ക് നട്ടാലാ. നേരത്തെ എടുത്ത് നമ്മള് കുഴി ഉണ്ടല്ലോ, ആ കുഴിയിലേക്ക് തന്നെ ഇട്ടിട്ട് ഇറക്കാട് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ മണ്ണ് തന്നെ ഇടാം, ആട്ടുംകാട്ടം ഇടാണ്ടിരിക്കുക. ഓക്കെ, എന്റെ സെന്റർ ആയിട്ടാണ് വയ്ക്കണത്. അത് നല്ലോണം വേര് കയറി പിടിച്ചേ മറിയരുത്. ഓക്കെ, നമ്മുടെ നിലവിൽ നിൽക്കണ മുരിങ്ങ അതാണ് ഇട്ടാ. നമ്മള് ഈ പറഞ്ഞോട്ട് ശ്രദ്ധിച്ചില്ല, മഴ ആയതുകൊണ്ട് മുകളിലേക്ക് കേറിയില്ല. അതിന്റെ ഒരു വാട്ടം കണ്ട, വെള്ളം ഒഴിക്കാത്ത കാരണം. അപ്പൊ മഴക്കാലമാണ് എങ്കിലും മഴ ഇല്ലാത്ത ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ എല്ലാ ഐറ്റംസുകളും തന്നെ വാടിപ്പാണ്. വളമുള്ള മണ്ണൊക്കെ ഇടില്ല, ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടുന്ന് നമ്മൾ ടൈറ്റ് ചെയ്താണ് കൊടുക്കണം. ഫസ്റ്റ് ഞാൻ അതിന്റെ തലയൊന്ന് നനച്ചു കൊടുക്കട്ടെ കേട്ടോ, കാരണം വാടന് പെട്ടെന്ന് വാട്ടം പിടിക്കുക. നമ്മൾ ഏത് ചെടിയാണെങ്കിലും നടേണ്ടത് പ്രത്യേകിച്ച് ചൂടുള്ള കാലത്ത് രാവിലെ, അതിരാവിലെ സൂര്യന് ഉദിക്കിനേക്കായി മുന്നേ നടണം. അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്കൊക്കെ ശേഷമാണ് നടാൻ പോകുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് വാട്ടം സംഭവിക്കും. ഈ വാട്ടം വന്നു കഴിഞ്ഞാൽ ചെടിയാണെങ്കിൽ ഇതുപോലത്തെ മരങ്ങളുടെ ചെറിയ തൈകളാണെങ്കിലും പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നടാണെങ്കിൽ നമ്മൾ അതിരാവിലെ തന്നെ നടാം. അല്ലെങ്കിൽ വെയിലൊക്കെ ആറിയതിനു ശേഷം ഒരു 5 മണി 5:30 ആ സമയത്തൊക്കെ നടുകയാണെങ്കിൽ കയറി പിടിച്ചോളാം. നല്ലോണം നനച്ചു കൊടുത്തേക്കാം, കാരണം ആട്ടുംകാട്ടം നല്ല രീതിയിൽ നമ്മൾ ചെയ്തേക്കാണല്ലോ. അതിനകത്ത് വെള്ളം നല്ലോണം ഒന്ന് ഇരുന്നോട്ടെ. എന്നാലും നമ്മൾ നട്ടേക്കാണ്. ഇനിയിപ്പോ അടുത്ത സീസണിൽ, അതായത് 2-3 മാസത്തിന്റെ ഉള്ളിൽ പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുരിങ്ങ ഇതുണ്ടാവും, മുരിങ്ങ പോലെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ഇടുന്നതാണ് ഇതിനെ കുറിച്ച്.